ആഴ്ചകളോളം ഭക്ഷണം ലഭിക്കാതിരുന്നതിനാൽ ശോഷിച്ച് എല്ലും തോലുമായ ശരീരം. വയറ്റിൽ 2 ആഴ്ച മുൻപ് കഴിച്ച പച്ചമാങ്ങ മാത്രം. സ്വന്തം അച്ഛന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിയും പട്ടിണി സഹിച്ചും മരണത്തോട് മല്ലടിച്ച ബാല്യം. ആ സഹനത്തിന്റെ പേരാണ് അതിഥി. കോഴിക്കോട് തിരുവമ്പാടിയിലെ 2ാം ക്ലാസ്സുകാരി. 2013 ഏപ്രിൽ 29 അവൾ മരണത്തിന് കീഴടങ്ങിയതോടെയാണ് തട്ടേക്കാട്ടില്ലത്തെ ക്രൂരതകൾ പുറത്തുവന്നത്. കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തും മറ്റും തിളച്ച വെള്ളമൊഴിച്ച പാടുകൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ കരളലിയിപ്പിക്കുന്നതായിരുന്നു. അങ്ങനെ തെളിവുകളെല്ലാം ഉണ്ടായിട്ടും പ്രതികൾക്കെതിരെ കൊലക്കുറ്റം കണ്ടെത്താൻ കോഴിക്കോട്ടെ വിചാരണ കോടതിക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ 12 വർഷത്തിന് ശേഷം അതിഥിക്ക് നീതി ലഭിച്ച ദിവസമാണിത്. കുട്ടിയുടെ അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും രണ്ടാനമ്മ റംല ബീഗത്തിനും ഹൈക്കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കില്ലെന്ന കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ തള്ളിയാണ് ജസ്റ്റിസ് വി രാജവിജയരാഘവൻ, ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിചാരണ കോടതി പ്രതികളെ യഥാക്രമം 3ഉം 2ഉം വർഷം കഠിന തടവിനായിരുന്നു ശിക്ഷിച്ചിരുന്നത്. 2013 ഏപ്രിൽ 29 തിരുവമ്പാടി തട്ടേക്കാടില്ലത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ മകൾ അതിഥി മരിച്ചത്. പെൺകുട്ടിയുടെ 10 വയസ്സുകാരനായ സഹോദരന്റെ സാക്ഷിമൊഴി ഉൾപ്പെടെ പരിഗണിക്കുമ്പോൾ കൊലപാതക കുറ്റത്തിന് മതിയായ തെളിവുണ്ടെന്ന് ഹൈക്കോടതി വിലയിരുത്തി. കുട്ടിയെ വധിക്കണമെന്ന ലക്ഷ്യം പ്രതികൾക്ക് ഇല്ലായിരുന്നുവെന്നും അച്ചടക്കത്തിനായി പരിക്കേൽപ്പിക്കുക മാത്രമായിരുന്നു ഉണ്ടായതെന്നുമുള്ള വിചാരണ കോടതിയുടെ വിലയിരുത്തൽ തെറ്റാണെന്ന് ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള മെഡിക്കൽ തെളിവുകൾ വിചാരണ കോടതി കണക്കിലെടുത്തില്ല. കൊലക്കുറ്റം തന്നെ നൽകേണ്ടുന്ന കുറ്റമാണ് പ്രതികൾ ചെയ്തതെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു. 302 വെറുതെ വിട്ട വിധിക്കെതിരെ സ്റ്റേറ്റ് ഫയൽ ചെയ്ത അപ്പീലിനകത്ത് അത് ഓവർടേൺ ചെയ്ത് ഇപ്പോൾ 302 തന്നെ കൺവിക്ഷൻ കൊടുത്ത് ഇന്ന് ഹിയറിംഗ് ഓൺ സെന്റൻസ് ആയിരുന്നു. അവരെ പ്രൊഡ്യൂസ് ചെയ്തു. സർക്കാർ മാക്സിമം പണിഷ്മെന്റ്, ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ തന്നെ ഉള്ള സാഹചര്യമുണ്ട് എന്നും കോടതിയിൽ വാദിച്ചു. കോടതി എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് അവർക്ക് ലൈഫ് ഇംപ്രിസൺമെന്റ് 2 പേർക്കും. പ്രതികൾക്ക് പൊതുവായ ലക്ഷ്യമുണ്ടായിരുന്നു. തെളിവുകൾ വിലയിരുത്തിയതിൽ വിചാരണ കോടതിക്ക് വീഴ്ച പറ്റിയെന്ന് ഹൈക്കോടതി വിലയിരുത്തി. ആയുധം ഉപയോഗിച്ചും അല്ലാതെയും പരിക്കേൽപ്പിച്ചു എന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ വിചാരണ കോടതി കണ്ടെത്തിയത്. ബാലനീതി നിയമം ചുമത്തിയതിലൂടെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം വിചാരണ കോടതി കുറയ്ക്കുകയായിരുന്നു. വിചാരണ കോടതിയുടെ കണ്ടെത്തൽ ശരിവെച്ചാൽ നീതിയുടെ നിഷേധമാകുമെന്നും ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. കുട്ടിയുടെ മരണത്തിന്റെ കാരണത്തെക്കുറിച്ച് തൃപ്തികരമായ വിശദീകരണം നൽകാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല. ചുഴലി കാരണമാണ് കുട്ടി മരിച്ചതെന്ന പ്രതികളുടെ വാദവും കോടതി തള്ളി. കോഴിക്കോട് ബിലാത്തിക്കുളത്ത് കുടുംബം വാടകയ്ക്ക് താമസിക്കുമ്പോഴാണ് അതിഥി ക്രൂരമായ പീഡനത്തിനിരയായത്. ആദ്യ ഭാര്യ അപകടത്തിൽ മരിച്ച ശേഷം സുബ്രഹ്മണ്യൻ നമ്പൂതിരി റംല ബീഗത്തെ വിവാഹം കഴിക്കുകയായിരുന്നു. ദേവിക അന്തർജനം എന്ന് പേര് നൽകുകയും ചെയ്തു. തുടർന്നുള്ള നിരന്തര പീഡനങ്ങൾക്കൊടുവിലാണ് അതിഥി കൊല്ലപ്പെടുന്നത്. കുട്ടിയെ ഭക്ഷണം നൽകാതെ പട്ടിണിക്കിടുകയും സ്വകാര്യ ഭാഗങ്ങളിൽ ചൂടുവെള്ളം ഒഴിക്കുകയും ചികിത്സ നിഷേധിക്കുകയും ചെയ്തു. കുട്ടിയുടെ വയറ്റിൽ ഏറ്റവും ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത്. ന്യൂസ് 18 കൊച്ചി.